ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ജേണി? ഒരു ഇന്ത്യൻ ബ്രിട്ടീഷ് അല്ലേ, ഹിസ് ഫ്രം ബ്രിട്ടീഷ്. അപ്പൊ ബ്രിട്ടീഷും ഇന്ത്യനും ആ ഒരു ലവ് സ്റ്റോറി കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി ആണ്. ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വർക്കിന് ചെന്നത് ഒരു കെയർ ഹോമിൽ വർക്കിന് ചെന്നായിരുന്നു. അപ്പൊ ആള് എല്ലാ ടൈപ്പുള്ള വർക്കും ചെയ്യും. അവിടുത്തെ ആൾക്കാർ ചെറുപ്പം മുതലേ ഫുൾ പാർട്ട് ടൈം ജോബ്, ഫുൾ ടൈം ജോബായിട്ട് ഇങ്ങനെ നടക്കും, വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് എല്ലാവരും. പുള്ളി അങ്ങനെ വർക്ക് ചെയ്യാൻ അവിടുത്തെ കെയർ ഹോമിൽ ഉണ്ടായിരുന്നു. കിച്ചണിലായിരുന്നു പുള്ളി. ഞാൻ കുക്ക് ചെയ്യും. അത് നോക്കിയെടുത്തേ. കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, കുക്കായിട്ടുള്ള ഏതെങ്കിലും ഒരാളേക്ക് നോക്കി കിഡിലുമായിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ. അങ്ങനെയാണോ? അല്ല, ഞാൻ അപ്പൊ അവിടെ വെച്ച് കണ്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ തന്നെ കമ്പനിയായി, നല്ല ഫ്രണ്ട്സായി. അത് കഴിഞ്ഞ് പിന്നെ ആള് ക്വിറ്റ് ചെയ്തു. ഒരു 1.5 year കഴിഞ്ഞിട്ട് യു ക്വിറ്റ്, റൈറ്റ്? ഒരു വേറൊരു ജോലിക്ക് വേണ്ടിട്ട് ആള് ക്വിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഞാനും ഇറങ്ങി. പിന്നെ ഞങ്ങള് കോണ്ടാക്ട് ഉണ്ടായില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ടൗണിലത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ പിന്നെയും മീറ്റ് ചെയ്തു. ടൗണ് ബസ് സ്റ്റോപ്പ് എന്നിട്ട് പാളിച്ചിരിക്കുന്നത് അതെന്തോ ആ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ആരാ പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ചോദിച്ചു, ഇങ്ങനെ ക്രഷ് ഉണ്ട് പറഞ്ഞായിരുന്നു.